ചേട്ടാ, നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ട എന്നുള്ളതാണ് ഇന്നത്തെ സുപ്രീം കോടതിയുടെ വിധിയും. അതായത് CBI അന്വേഷണത്തിലുള്ള മഞ്ജുഷയുടെ ഹർജി തള്ളിയിരിക്കുകയാണ്. അതേസമയം പറയുന്നു ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കും. അത് ആരാണോ ചെയ്തത് അയാളിൽ അത് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നിലവിലുള്ള അന്വേഷണത്തിൽ ഈ കുറ്റം കൂടി നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എൻ്റെ സംശയം മറ്റൊന്നുമല്ല, ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് PP ദിവ്യയാണ് അതിൽ അറസ്റ്റിലായതും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയതുമൊക്കെ അവർ മാത്രമാണ്. അവർക്ക് അതിൽ പങ്കുണ്ട് എന്ന് വ്യക്തവുമാണ്. പക്ഷേ അതിൽ മറ്റു ചില കണ്ണികൾ കൂടിയില്ലേ? ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രശാന്തൻ, TV പ്രശാന്തൻ ഈ പെട്രോൾ ബങ്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിൻ്റെ പിന്നാലെ കൂടിയതാണ്. അപ്പോൾ അയാൾ പോയിട്ട് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്നുള്ളൊരു കഥ വരുന്നു, അത് കൊടുത്തിട്ടില്ല എന്ന് വരുന്നു. അപ്പോൾ ഇതും കൂടി ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തേണ്ട കേസല്ലേ? അതായത് പ്രീത, ഇതിലെ ഈ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത സുപ്രീം കോടതിയിൽ അവർ CBI അന്വേഷണത്തിന് സാധ്യതയില്ല, ഇത് ആത്മഹത്യയാണെന്ന് കീഴ്ക്കോടതിയായി ഹൈക്കോടതിയിൽ കണ്ടെത്തി എന്ന് പറയുന്നു. അതിൽ ഈ പറയുന്ന കണ്ടെത്തലിൽ, പോലീസിൻ്റെ കണ്ടെത്തലിൽ, SIT എന്ന പോലീസ് സംഘത്തിൻ്റെ കണ്ടെത്തലിൽ PP ദിവ്യ മാത്രമാണ് ആത്മഹത്യാ പ്രേരണയ്ക്ക് കാരണമായത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇതിൽ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി ഈ പെട്രോൾ ബങ്ക് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് നിരന്തരം ശല്യം ചെയ്ത ഒരാളാണ്. അത് വെച്ചാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ ഈ പറയുന്ന പ്രശാന്തിന് ഈ പറയുന്ന പെട്രോൾ ബങ്ക് തുടങ്ങുന്നതിന് എന്ത് നിയമസാധുതയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു കേസ്, ഇത്തരത്തിൽ അത് മരണമായാലും ആത്മഹത്യയായാലും ഈ സംഭവത്തിന് കാരണക്കാരായവർ ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ള കാര്യം പോലീസ് പ്രാഥമികമായി ഏത് കേസിനും അന്വേഷണം നടത്തും. അപ്പോൾ പ്രശാന്ത് ഈ പറയുന്ന കേസിൽ ഇദ്ദേഹത്തിന് നിരന്തരം ശല്യം ചെയ്യുകയും ഈ ഒരു പ്രശാന്തിൻ്റെ പെട്രോൾ ബങ്ക് അനുവദിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് നിരന്തരം പിന്തുടർന്ന ഒരാളാണ് എന്നിരിക്കെ പ്രശാന്തിനെ പ്രതിപ്പട്ടികയിൽ ഒരിടത്ത് പോലും പോലീസ് ചേർത്തിട്ടില്ല. എന്തുകൊണ്ട് പോലീസ് പ്രശാന്തിനെ പ്രതിപട്ടികയിൽ ചേർത്തില്ല? പ്രജിത്ത് തുടക്കത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇദ്ദേഹം മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്തു, ഇദ്ദേഹം കൈക്കൂലി വാങ്ങി എന്നുള്ളത്. അപ്പോൾ കൈക്കൂലി വാങ്ങാത്ത ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങി എന്ന് ഒരു കള്ളപ്രചരണം ഉണ്ടാക്കാൻ ഗൂഢപദ്ധതി ഇട്ട ഏറ്റവും മെയിൻ വ്യക്തിയാണ് പ്രശാന്ത്. ഈ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പ്ലാൻ ഉണ്ടാക്കിയത്. അതിനാണ് കൃത്യം 1 ലക്ഷം പോലും അല്ലാതെ ഒരു തുക, അതായത് 98,500 രൂപ. അതൊരു പ്ലാൻ, ഒരു വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള, പ്രശാന്ത് മാത്രമല്ല ആ ഗൂഢപദ്ധതിയിൽ പ്രശാന്തിനോടൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള പ്രശാന്തിനെ നല്ല രീതിയിൽ ചോദ്യം ചെയ്താൽ പ്രശാന്ത് ഇത് വെളിയിൽ പറയും. ഇത് ദിവ്യയെ സംബന്ധിച്ച് ദിവ്യ ഈ ഗൂഢാലോചനയിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇനി ദിവ്യയുടെ ഭർത്താവ് ഇതിലുണ്ടോ എന്നും അറിയില്ല. അയാൾ പേര് അജിത്ത് എന്നും കണ്ടായിരുന്നു, ദിവ്യയുടെ ഭർത്താവിൻ്റെ. ഏതായാലും ഈ ഗൂഢപദ്ധതി, ഇതൊരു ഗൂഢപദ്ധതിയാണ്. ഈ ഗൂഢപദ്ധതിയാണ് നടപ്പാക്കാൻ ശ്രമിച്ചത്. ഇപ്പം നമ്മുടെ പല സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഒരു പെട്രോൾ ബങ്ക് അനുഭവത്തിന് ഇതേപോലുള്ള ഉദ്യോഗസ്ഥർക്ക് 1 ലക്ഷം രൂപയൊന്നും അല്ല കൈക്കൂലി പോകുന്നത്, ലക്ഷങ്ങളാണ് കൈക്കൂലി പോകുന്നത്. ഒരു പെട്രോൾ ബങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാലാകാലങ്ങൾ അതിൻ്റെ ഉടമയ്ക്ക് നേട്ടമാണ്. അത് മാത്രമല്ല, ഈ പറയുന്നത് പോലെ 98,500 രൂപ കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ. ആ പൈസ കൊടുക്കാൻ പണമില്ലാഞ്ഞിട്ട് ഈ പ്രശാന്തൻ സ്വർണം പണയം വെച്ചാണ് പൈസ ഉണ്ടാക്കിയതെന്ന് ഒരു കഥ അതിന് തെളിവുണ്ടാക്കി. അപ്പൊ അത് പണയം വെച്ചിരിക്കുന്ന സഹകരണ ബാങ്കിലാണ്. ആ സഹകരണ ബാങ്കിന്റെ സ്ഥലത്തിന്റെ മൂല്യം അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു പാർട്ടിയുടെ ബാങ്ക് അല്ലേ, അപ്പൊ അവിടെ തെളിവുണ്ടാക്കിയതിനുള്ള രേഖകൾ ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും. അതായത് ദൃശ്യം മോഡൽ സിനിമയില് നായക കഥാപാത്രം എന്തൊക്കെ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചോ അതുപോലെ, അതായത് ഈ 1 ലക്ഷം രൂപ എന്ന ഈ പറയുന്ന കൈക്കൂലി എന്ന് പറയുന്നത് പോലും തികച്ചല്ലാതെ കൊടുത്തത് പോലും 98,500 പോലും പ്ലാൻഡ് ആയിട്ട് ചെയ്തത് വെൽ പ്ലാൻഡ് ആണ്. അപ്പൊ ഈ ഗൂഢപദ്ധതിയിൽ പ്രശാന്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ, ദിവ്യ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഒരു സാധാരണ ഒരു മരണം നടക്കുമ്പോൾ, കേസ് അന്വേഷണം പോകുമ്പോൾ ആരെയെല്ലാം ചോദ്യം ചെയ്യാൻ കഴിയുമോ അവരെല്ലാം ചോദ്യം ചെയ്യാറുണ്ട്. ഒരു അന്വേഷണത്തിൽ എന്തൊക്കെ CCTV ദൃശ്യം മുതൽ തുരുമ്പ് വരെ മുടി നാരിഴ കീറി ഒരു കേരളത്തിലെ പോലീസ് അന്വേഷണം നടത്തുമ്പോൾ ഈ കേസിൽ പ്രശാന്തിനെ തുടക്കം മുതൽ സംരക്ഷിച്ച് നിർത്തുകയാണ്. ഇപ്പോൾ ഈ സുപ്രീം കോടതിയിൽ ഈ കേസ് തള്ളുമ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബം പ്രശാന്തിനെതിരെ കൊടുത്ത പരാതിയിൽ പോലും ഇതുവരെ ഒരു നീക്കവും നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹത്തിൻ്റെ അനിയൻ പറയുന്നുണ്ട്. അപ്പോൾ പ്രശാന്തിനെ സംരക്ഷിക്കേണ്ട
അന്വേഷിക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണോ? ഈ പ്രശാന്ത് ആരാണ്? സർക്കാരിൽ ആരുടെ ബിനാമിയാണ് എന്ന് കൃത്യം പുറത്തു സർക്കാരിലെ ബിനാമി എന്നല്ല, അതും പറയാം. അതെ, സർക്കാരിൽ ഏത് വകുപ്പിൽ ഏത് ഉദ്യോഗസ്ഥനെ ഏത് ഉന്നതന്റെ ബിനാമിയാണ്? സർക്കാരിലെ ബിനാമി മാത്രമല്ല, സർക്കാരിലാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്ക് ഇതെല്ലാം അറിയാമായിരിക്കും. ശശി കണ്ണൂരത്തെ സർവ്വ കച്ചവടങ്ങളുടെയും ഇടനിലക്കാരനാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കേട്ടറിവിൽ നമ്മൾ വായിച്ചറിഞ്ഞതിൽ പിന്നെ നമ്മുടെ കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ ഹൈവേയിൽ എവിടെയെല്ലാം പെട്രോൾ ബങ്ക് നടത്തിയിട്ടുണ്ടോ അതെല്ലാം പാർട്ടിയിലെ ഒന്നുകിൽ പാർട്ടിയുടെ അഭ്യുതകാംക്ഷികൾ അല്ലെങ്കിൽ പാർട്ടിയിലെ LC മെമ്പർമാർ, അതിൻ്റെ താഴെ കീഴ്ഘടകത്തിലുള്ളവർ, മേൽഘടകത്തിലുള്ളവർക്കൊക്കെയാണ് പെട്രോൾ ബങ്ക് അനുഭവിച്ചിരിക്കുന്നത്. അപ്പോൾ പാർട്ടി ഭരണത്തിൽ വരുമ്പോൾ കണ്ണൂരുകാർക്കെല്ലാം കൈ അയച്ച് സഹായിക്കുന്ന ഒരു രീതിയാണ് അത് നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കും ഇത് അറിയായിരിക്കും. കാര്യം ഇത് ഈ പറയുന്ന പ്രശാന്തനെ പോലീസ് പ്രതി ചേർത്താൽ ഒരു വേള നല്ലവണ്ണം ചോദ്യം ചെയ്താൽ ഇന്നിപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയും വളരെ സജീവമായിരിക്കുന്ന ഈ അവസരത്തിൽ പല കള്ളങ്ങളും പ്രശാന്തിൻ്റെ വായിൽ നിന്ന് വീഴാൻ സാധ്യതയുണ്ട്. പ്രശാന്ത് ഒരു അമിട്ടാണ്. പ്രശാന്തിനെ തൊട്ടാൽ പലതും പൊളിയുമെന്നുള്ളത് CPM-ന് ഇപ്പം ഉന്നതരെന്ന് പ്രീത പറഞ്ഞില്ലേ, പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി എന്നല്ല, പാർട്ടിയുടെ കണ്ണൂർ ഘടകത്തിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരോ സംസ്ഥാന ഘടകത്തിലെ കണ്ണൂരത്തെ വലിയ നേതാക്കന്മാരോ വരോ ഈ ഗൂഢപദ്ധതിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യം സത്യത്തിൽ പറഞ്ഞോളൂ, പറയട്ടെ. സത്യത്തിൽ ഈ PP ദിവ്യ എല്ലാവരും പറയുന്നുണ്ട്, PP ദിവ്യയാണ് അറസ്റ്റിലായതുമൊക്കെ. പക്ഷേ ദിവ്യ അവിടെ അറസ്റ്റിലാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ മീറ്റിംഗിൽ വന്നിരുന്ന് അദ്ദേഹത്തെ മനസ്സിനെ ഊണ്ടിയത്തക്ക രീതിയിൽ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു, അത് പ്രചരിപ്പിച്ചു. ഇത് പ്രചരിപ്പിക്കുന്നത് പോലും ദിവ്യയുടെ മാത്രം ബുദ്ധിയല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ദിവ്യ അവിടെ എത്തിക്കുന്നുണ്ടെങ്കിൽ, ദിവ്യ അവിടെ എത്തുന്നുണ്ടെങ്കിൽ ഉണ്ട് ദിവ്യക്ക് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ദിവ്യയെ ആ ഒരു സാഹചര്യത്തിലേക്ക്, അതായത് ആ ഒരു മീറ്റിംഗിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ TV പ്രശാന്തൻ ഉൾപ്പെടെയുള്ള ഉന്നതർ ഉണ്ട്. TV പ്രശാന്തൻ മാത്രമല്ല, വേറെ അവിടെ എത്തണമെന്നും അവിടെ ചെന്ന് നിങ്ങൾ സംസാരിക്കണമെന്നും 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞത് എന്താണ്? അത് ഈ കൊടുത്ത കൈക്കൂലി കഥയാണ്. 2 ദിവസം കഴിഞ്ഞ് അറിയുമെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പിറകെ നടന്ന് അദ്ദേഹം ഇത് ചെയ്യാതിരുന്നപ്പോൾ കൈക്കൂലി വാങ്ങാത്ത ആളാണെന്ന് പ്രശാന്തൻ അറിയുന്നു. അതായത് ഇദ്ദേഹത്തിനെ പാർട്ടി തന്നെ നിയമിച്ചതാണ്. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആറളം ഭൂമി മുതൽ കണ്ണൂരത്തെ ഭൂമാഫിയയുടെ, അതായത് നമ്മുടെ ദേവസ്വം ബോർഡ്, അവിടുത്തെ ദേവസ്വം ബോർഡ് ഏതാണ്? കാസർഗോഡ് ദേവസ്വം ബോർഡ്. അപ്പോൾ കാസർഗോഡ് കണ്ണൂർ ദേവസ്വം ബോർഡ് പിന്നെ സർക്കാർ ഭൂമി പാർട്ടി നേതാക്കൾ ഇടപെട്ട് കൈക്കലാക്കിയ നിരവധി കഥകളുള്ളതുകൊണ്ട് ഇത്രയും എഫിഷ്യൻ്റ് ആയ ഒരു ഉദ്യോഗസ്ഥനെ അവിടെ വെക്കണമെന്നും അദ്ദേഹത്തിന് ഇത് കണ്ടുപിടിക്കാൻ കഴിയുമെന്നും പാർട്ടി തന്നെ അറിഞ്ഞുകൊണ്ട് അവിടെ വെച്ചതാണ്. അപ്പോൾ വൈകിയാണ് അറിയുന്നത് ഇദ്ദേഹം കൈക്കൂലി വാങ്ങാത്ത ആളാണ്. കാര്യം ഈ പെട്രോൾ ബങ്ക് എന്നൊക്കെ പറയുന്നത് കൈക്കൂലി നല്ലവണ്ണം വാങ്ങി തന്നെയാണ് പല സ്ഥലങ്ങളിലും. 1 ലക്ഷം ഒന്നുമല്ല, ഭാര്യയുടെ ആഭരണം പണയം വെച്ച് 1 ലക്ഷം രൂപ കൊടുക്കേണ്ട ഗതികെട്ട ബങ്ക് ഉടമകൾ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഒരാളും ഇന്ന് വരെ അങ്ങനെ ദാരിദ്ര്യവാസിയായിട്ടുള്ള ഒരു പെട്രോൾ ബങ്കിന്റെ ഉടമ ഉണ്ടായിട്ടേ ഇല്ല. അപ്പൊ പ്രശാന്ത് അല്ല ഈ പെട്രോൾ ബങ്കിന്റെ ഉടമ. അജിത്ത് എന്ന് പറയുന്ന അവരുടെ ഭർത്താവുമല്ല, CPM-ന്റെ ഏതോ പ്രമുഖ നേതാവാണ് ഈ പെട്രോൾ ബങ്കിന്റെ ഉടമ എന്നുള്ളത് തീർത്തും വ്യക്തം. അങ്ങനെ ഈ ബിനാമി ഇടപാടുകൾ പ്രശാന്തിനെ ചോദ്യം ചെയ്താൽ CPM-ലെ പല നേതാക്കളുടെയും കണ്ണൂർ ഘടകത്തിലെ പലരുടെയും ബിനാമി ഇടപാടുകൾ പുറത്തു വരും എന്നുള്ളതുകൊണ്ടാണ് പ്രശാന്തിനെ പോലീസ് പർപ്പസ്ഫുള്ളി തൊടാത്തത്, പ്രശാന്തിനെ ചോദ്യം ചെയ്യാത്തത്. പ്രശാന്തിനെ തൊട്ടാൽ, പ്രശാന്ത് വാ തുറന്ന് മിണ്ടിയാൽ പലരും കുരുങ്ങും. പലരുടെ CPM-ന്റെ പല കണ്ണൂർ രഹസ്യങ്ങളും പുറത്തു വരും. അതൊരു വളരെ മോശമായ രീതിയിൽ CPM-ന്റെ കണ്ണൂർ ഘടകത്തിനെ അത് ബാധിക്കും എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പ്രശാന്തനെ പാർട്ടി CPM-ഉം സംസ്ഥാന സർക്കാർ, സ്പെഷ്യലി മുഖ്യമന്ത്രിയും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയും ചേർന്ന് സംരക്ഷിക്കുന്നതാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ അവസരം ഇതുവരെ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും പ്രശാന്തന്റെ പേര് പറഞ്ഞിട്ടും പോലീസ് ഒരു ചെറുവിരൽ പ്രശാന്തിന് നേരെ അനക്കിയിട്ടില്ല. അതായത് ശശിക്കും പ്രശാന്തനും ഇടയിൽ മറ്റൊരു ഉന്നതനുണ്ട്. ശശി, പ്രശാന്ത്, പാർട്ടിയിലെ സംസ്ഥാന ഘടകം, ജില്ലാ ഘടകത്തിലെ നേതാക്കന്മാർ നിരവധി പേരടങ്ങുന്നവരാണ് ഈ ഗൂഢപദ്ധതി ഉണ്ടാക്കിയത്. ഈ ഒരു തുക, 1 ലക്ഷത്തിനകത്തുള്ള ഈ ഒരു തുക കൊടുത്തത് അത് ഇദ്ദേഹം കൈക്കൂലി വാങ്ങി എന്നൊരു കണക്കുണ്ടാക്കാൻ വേണ്ടിയാണ്. ഇങ്ങനൊരു കൈക്കൂലി കേസാണ് ഇദ്ദേഹത്തിന്റെ പേരിൽ ചാർത്താൻ പോകുന്നത് എന്നാണ് തലേ ദിവസം വന്നതെന്ന് ദിവ്യ പറഞ്ഞത്. അത് നിങ്ങൾ അറിയിക്കും എന്ന് പറയുന്നത്. ഈ കഥ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ കഥ നിങ്ങളെ തന്നെന്നുള്ളതിന്റെ തെളിവിന് മുഖ്യമന്ത്രിക്ക് പരാതി പോയിട്ടുണ്ട്. തങ്ങളുടെ ഇമേജ് ഇതാ തീർന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ പോലും ഈ പരാതി ഉൾക്കൊള്ളിച്ചിട്ടില്ല. അതാണ് പിടിവീണത്. ഈ പറയുന്ന കത്തുണ്ടാക്കിയതും
AKI സെൻട്രലിൽ ഇരിക്കുന്ന ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരിക്കുന്ന ബിജു കണ്ടങ്കയും ഇവരും പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസും തുടങ്ങിയുള്ളവരൊക്കെ ചേർന്ന് പറയാതെ പറഞ്ഞു പോയ ഒരു പേരുണ്ട് AV ഗോപിനാഥ് എന്നോ മറ്റോ. അത് അവിടുത്തെ പ്രമുഖനായ ഒരു നേതാവാണ്, പാർട്ടി നേതാവാണ്. അദ്ദേഹത്തിന്റെ പേര് ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ പറഞ്ഞു പോയതല്ലാതെ അതിലേക്കൊന്നും അന്വേഷണം ചെന്നിട്ടില്ല. കാരണം ഇവർക്കിടയിലൊക്കെ ഉള്ള, അതായത് ആ ദേവസ്വം ബോർഡുണ്ട്, TTK ദേവസ്വം മറ്റോ, ആ ദേവസ്വം ബോർഡിന്റെ ഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത് ഈ പേരുകാരനാണ്. ആ ഗോപിനാഥ് എന്ന് പറയുന്ന ഒരു നേതാവിന്റെ പേരാണ്. അപ്പൊ ഇവർക്കിടയിൽ ഒരു ഗ്യാങ് ഉണ്ട്. അതായത് ശശിക്കും പ്രശാന്തനും ഇടയിൽ ഒരു ഗ്യാങ് ഉണ്ട്, ആ ഉന്നതനുണ്ട്. ആ ഉന്നതനല്ല ഒരു ഗ്യാങ്, അവര് ഉന്നതനായിരുന്നാലും ഒരു ഗ്യാങ്, അതിന് തല കൊടുക്കുന്നത് ഒരു ഉന്നതനായിരിക്കുമല്ലോ. ആ ഉന്നതന്റെ പേരാണ് ഇനി സത്യത്തിൽ പുറത്തു വരേണ്ടത്. ഈ ദിവ്യയിൽ മാത്രം, ദിവ്യ കുറ്റക്കാരി അല്ല എന്നുള്ളതല്ല പറയുന്നത്, ദിവ്യയിൽ മാത്രമല്ല പ്രശാന്തനും ഈ പറയുന്ന ഒരു ഗ്യാങ്ങിനും കൃത്യമായ ഒരു അറിവ്, ഈ ഒരു ദിവ്യ അവിടെ വന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് പിന്നിൽ ഒരു അറിവുണ്ട്. അവരാണ് നേതൃത്വം നൽകിയത് എന്ന് വേണ്ടി പറയേണ്ടി വരും. തീർച്ചയായിട്ടും ആ ഒരു ഗൂഢപദ്ധതിയാണ്, ഈ പറയുന്ന ഒരു ടീമാണ് ഈ ഗൂഢപദ്ധതി ഉണ്ടാക്കിയത്. ഈ ഗൂഢപദ്ധതി ആരെല്ലാം ചേർന്ന് തയ്യാറാക്കുന്നത് പ്രശാന്തിനറിയാം. പ്രശാന്തിനെ ചോദ്യം ചെയ്യാത്തതും പ്രശാന്തിനെ പ്രതി ചേർക്കാത്തതും ഈ പറയുന്ന പ്രശാന്തിനെ വരാതിരിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. പ്രശാന്ത് വാ തുറന്നാൽ, പ്രശാന്തിനെ കാര്യമായി ചോദ്യം ചെയ്താൽ, പ്രശാന്തിനെ പ്രതി ചേർത്താൽ ഇത് ഗൂഢപദ്ധതി പുറത്തു വരും. അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. ദിവ്യയെ മാത്രം പ്രതി ചേർക്കുന്നതിനകത്തും നല്ല A ക്ലാസ് കള്ളത്തരമുണ്ട്. അതെ.